അപ്പോൾ നമ്മുടെ പുതിയടിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഞാൻ ഇന്ന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നമ്മുടെ വീഡിയോ എന്നുള്ളത് പറയാം. നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. സോ ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണ്ട, എന്തൊക്കെ കൊടുത്ത് ഇഷ്ടപ്പെടും എന്നുള്ള പ്ലാനിങ് ഒരു 2 മാസം മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അനു എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്, അവളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചെറിയ ബ്ലോഗ് എടുക്കണം എന്ന് വെച്ചായിരുന്നു മേടിക്കാൻ പോണത്, പക്ഷേ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനായി എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത്, അത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ്, അമ്മ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റാണ്. അപ്പം ഞാനത് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു കുഞ്ഞൊരു സ്റ്റഡ് മേടിച്ചു കേട്ടോ. സ്റ്റഡ് ഞാനൊരു വാച്ച് മേടിച്ചു കേട്ടോ. അമ്മ കുറേ നാളെ ഓടാത്ത വാച്ച് കെട്ടി നടക്കണം. അപ്പം ഞാനൊരു വാച്ച് മേടിച്ചു. ഇതൊന്നും അമ്മ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല കേട്ടോ, അതിന് ഉറപ്പാണ്. നടക്കളെ വെച്ച് ഒരു ഗിഫ്റ്റ് കവർ വെച്ചു, കാരണം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയും എന്തൊക്കെ ഗിഫ്റ്റ് ഞാനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അടുത്ത അതിഥിയാണ് നമ്മുടെ കേക്ക് ഗൈസ്. അപ്പം ഞാൻ കേക്ക് സ്പഞ്ച് മേടിച്ചിട്ട് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ട് അത് അന്തസ് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സോ ഞാൻ എന്നെ ഫുള്ള് കഴിച്ചു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് എനിക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട്. അപ്പം ഞാൻ ഒരു 100 ഗ്രാമിൻ്റെ 2 കേക്ക് സ്പഞ്ച് മേടിച്ചു കേട്ടോ. പിന്നെ അടുത്തതാണ് ഹാപ്പി ബർത്ത്ഡേ ഇതാണ്ടായത്. ഈ ഒരു ഇത് എൻ്റെ ബർത്ത്ഡേക്ക് പോലും ഞാൻ സ്വന്തമായിട്ട് മേടിച്ചു. പക്ഷെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടൊരു വ്യക്തിയുടെ ബർത്ത്ഡേ ആണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവർ ക്യാപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവം ഇതെന്ന് പറയുമ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ പൈപ്പിംഗ് ബാഗും പിന്നെ പലതരത്തിലുള്ള നോസിൽസാണുള്ളത്. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചോട്ടെന്നറിയോ. പിന്നെ അതൊരു കത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ വെട്ടിക്കത്തി വെച്ച് കേക്ക് മുറിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ഷുഗർ സിറപ്പ് ഒക്കെ ഇട്ടിട്ട് ഐസിങ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് സംഭവം ആവശ്യമുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ 2 ഫ്രഷ് ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അമൂലിൻ്റെ 2 ഫ്രഷ് ക്രീം. ഇതൊക്കെ ഞാൻ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഒരു അച്ചാർ, ഇത് നല്ല വെറുതെ അമ്മ പറഞ്ഞ അച്ചാർ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഫുഡ് കളർ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അമ്മയുടെ ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്ലൂ മേടിക്കാനാണ്. അത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ യെല്ലോയും റെഡും മാത്രം ഉണ്ടാകുന്നത്. റെഡ് എൻ്റെ കണ്ണിൽ ചെറിയൊരു കടയിലുണ്ടെങ്കിൽ വന്നു. പിന്നെ ഞാൻ വെച്ച് എനിക്ക് അറിയുന്ന വേറെ കടയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കിട്ടുന്ന ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ മൂഞ്ചി. അപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഒരു ഓറഞ്ച് കളർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കുറച്ച് പുറത്തെടുത്തു. ഞാൻ 1 ലക്ഷം കഴിക്കുകയും ചെയ്തു. കിറ്റ്കാറ്റിൻ്റെ അരിമിൽക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ കിറ്റ്കാറ്റിൻ്റെ പകുതിയുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ നട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പീനട്സാണ് യൂസ് ചെയ്യുന്നത്. സോ പിന്നെ വേറെ ഗിഫ്റ്റ് കൂടി ഉണ്ട്. നമ്മൾ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അമ്മയ്ക്ക് എന്നെ ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ പറഞ്ഞതാണ്. ഇന്ന് കുറച്ച് ദിവസമായി പറയണു. അപ്പം ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഈ സംഭവം, പക്ഷെ ഞാനിപ്പോൾ കൊടുക്കില്ല. അത് നിങ്ങൾ വഴിയിലൂടെ കണ്ടാൽ മതി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഗൈസ്. പിന്നെ ഉള്ളതാണ് എൻ്റെ കയ്യിൽ പൈസ. ഓക്കെ, അടുത്തൊരു കാര്യം കൂടി പറയാം. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു കൂട്ടി, ഞാൻ വേറെ ഗിഫ്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞു, വേറെ സമയം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ എവിടെ എത്ര പൈസ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറിയ രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ആയിട്ടുള്ള ഏണിങ്സും പിന്നെ ഞാൻ എക്സാമിന് മുന്നേ ഒരു ജനുവരി ഒരു പകുതി എത്തുമ്പോഴേക്കും ഞാൻ കുറച്ച് സേവിങ്സ് ഒക്കെ കൂട്ടി വെച്ചിട്ടാണ്. എനിക്ക് അപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ആയിരിക്കണം ഇത്തവണത്തെ ബർത്ത്ഡേ എന്നുള്ളത്. എൻ്റെ കുറച്ചധികം ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സിന് അറിയാം. അത് ഞാനിപ്പോൾ പറയില്ല. അമ്മ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടാവില്ല. എനിക്ക് ഉറപ്പാണ് ഈ സാധനങ്ങൾ എൻ്റെ കേക്ക് പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചു ഏത് കളർ ഇഷ്ടപ്പെട്ട കളർ പറയുമെന്ന്. അപ്പം അമ്മ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാന്ന് വെച്ചിട്ട് ഏതൊരു കളർ പറഞ്ഞു. അപ്പോൾ അതല്ലാതൊരു കളർ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും വാങ്ങിക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് വല്ല ആവശ്യം ഫ്രിഡ്ജ് തുറക്കാൻ പോകുമ്പോൾ ഞാൻ തന്നെ പോയി ഹെൽപ്പ് ചെയ്ത് അങ്ങനെ തുറക്കാം. അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്. ഇനി ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങളതിൽ കാണും ഗൈസ്. ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദൈവത്തിൻ്റെ ഒരു നന്ദി, നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ്സ് ഒക്കെ എനിക്ക് വേണം. സോ ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. സംബന്ധം നമ്മുടെ കേക്ക് കാരണം ട്യൂഷൻ വന്നേരം വൈകി. സോ ഞാൻ പോയിട്ട് വരാം. ബൈ.
വിഷമം വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമള മങ്ങുകത്ത് ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട് നീ വഹിക്കാമോ എന്റെ കോമള മങ്ങുകത്ത് വട്ടം പറന്നു വയ്യേ അവൻ ചേർന്നു തരാമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം ഇതോ ഇത് നേരെ തുറക്കാം നേരെ വെളുത്തു തിരിക്കി തിരിക്കി അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഗായ്സ് അമ്മ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഉദ്ദേശിച്ചതിനായിട്ടും ഉദ്ദേശിച്ചതിനായിട്ടും അമ്മ സർപ്രൈസ് ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷിക്കായി, അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. അമ്മ പ്രതീക്ഷിച്ചതൊന്നും ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ, അമ്മ പ്രതീക്ഷിക്കാണ്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഞാൻ സത്യം എനിക്ക് എത്ര സാധനം കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചതല്ല. അതിനിടയ്ക്ക് എനിക്ക് 1-2 ഓർഡർ കിട്ടി. ഞാൻ പറഞ്ഞില്ല ബിസിനസ്സിൻ്റെ സംഭവം. അപ്പോൾ ആ ഓർഡർ കിട്ടിയ കാരണം അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ ഇത്ര സാധനമൊക്കെ സെറ്റ് ചെയ്തു. മെയിനായിട്ടുള്ള സംഭവം നാളെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നാൾ കഷ്ടപ്പെട്ടത് തന്നെ. അപ്പോൾ അത് നാളെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ. ഇപ്പോൾ ഇത് കേക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് എന്താ പറഞ്ഞല്ലോ, എന്തിനാണ് ഇത്ര ഇതായിട്ട് ചെയ്തത്, ഇതൊന്നും വേണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ പറയും ചെറിയ കാര്യം, വലിയ കാര്യമൊന്നും നാളെ ഉണ്ടാവും ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പം മൂപ്പരാൾ അതും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ സന്തോഷമായി. അപ്പോൾ ആളുടെ ഒരു മൊത്തം ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ചെയ്തതിനൊരു ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായില്ലോ, എനിക്കത് മതി, എനിക്കത് മാത്രം മതി. ഇനി നമ്മുടെ അടുത്ത പരിപാടി സത്യം പറഞ്ഞാൽ ഞാനീ പുതപ്പുണ്ടല്ലോ അതിന് മുകളിലിട്ടിട്ട് കാരണമായൊരു വൃത്തികേട് വെറുതെ നാട്ടിൽ കാണിക്കണ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പതുക്കെ പറഞ്ഞത് പാതിരാത്രി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ സംഭവത്തിലുള്ള നമ്മൾ ഇത്രയും കാലം ഒരു നീതി ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കിടന്നു പറഞ്ഞാലാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം ദാണ്ടേതായ ഒരു മൂലയുണ്ട് കോർണർ, അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അതവിടെ എടുത്ത് വെച്ചിട്ട് ഈ ബെഡ് റിട്ടേൺ എവിടെ ഉണ്ടെന്നോ അത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. കാരണം ഫസ്റ്റ് ഞാൻ ഹോളിൽ സെറ്റ് ചെയ്യുന്ന സാധനം സെറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് നല്ല 100% ഉറപ്പായിരുന്നു. ഞാൻ റൂമിലേക്ക് ആക്കിയതാണ്. അപ്പോൾ ഏകദേശം നടുവിലായിട്ട് കിടന്ന കാര്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അമ്മ സൈഡിൽ വന്നിട്ട് കേക്ക് മുറിച്ച് അത് മാത്രം ഫ്ലോപ്പായിപ്പോയി. സാരില്ല, നമുക്ക് കിടന്നു ഉറങ്ങണം. അപ്പം നമുക്ക് നാളത്തെ പരിപാടിയിൽ നാളെ കാണാം. സോ വീണ്ടും ബൈ. ഇങ്ങോട്ട് തിരി. അൺഎക്സ്പെക്ടഡ് ഫോട്ടോ അടുക്കളയിലോ? നടക്കളയിലല്ല. ഹായ്, കഴിഞ്ഞ നിക്ക് എടുത്ത് വെക്ക. അവിടെ നിക്ക്, അതവിടെ വെക്ക്. എന്താണ് വേറെ സംഭവം കൂടി ഉണ്ട്. എന്താ തുറക്ക്. ഉടായിപ്പല്ല. സ്വർണ്ണ ഇതെവിടുന്നാ? മേടിച്ചു എവിടുന്നാ? കടയിൽ എവിടെയത്? മഹിമ ജ്വല്ലറി തൃശ്ശൂര്. എന്ന് അതൊക്കെ മേടിച്ചു. എത്ര നാളെ മേടിച്ചിട്ട് അറിയൂ. ഇഷ്ടപ്പെട്ടാ? അത് ഇഷ്ടായ? ഇഷ്ടായി. ഇഷ്ടായി. മേടിച്ചു.
എത്ര നാളായിട്ടുള്ള ഇതാണെന്നറിയോ? ഇതേ സെയിമിന് ഇവിടെ കിടക്കണേ, പക്ഷെ നിങ്ങളുടെ അതിട്ടിട്ട് പോയി മതി. പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി. കാരണം എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു സമ്മാനം കൊടുത്തതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കിട്ടിയ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പി തന്നെയാണ്. അമ്മ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ അമ്മ ആവശ്യപ്പെട്ട സാധനം തന്നെ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് മാത്രമല്ല, അമ്മ കുറേ നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. നമ്മളിപ്പോൾ അമ്മമാരോട് വല്ല ആഗ്രഹം ഉണ്ടോ, അല്ലെങ്കിൽ വല്ലതും ഇഷ്ടമാണോ, വല്ലതൊക്കെ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മിക്കതും വേണ്ടാന്നേ പറയുള്ളൂ. കാരണം അവർക്കറിയാം നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട. പക്ഷെ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവരപ്പം സാധിച്ചു തരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത്രയും നമ്മൾ ആലോചിക്കണ്ടു. നമുക്ക് വേണ്ടി അവർ പല കാര്യങ്ങളും മുടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ മൂക്കുത്തി എന്ന് പറഞ്ഞ സംഭവം ഞാൻ മേടിച്ച് വെച്ചിട്ട് 2 മാസമായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഇവിടേക്കായിട്ട് ഒളിപ്പിച്ച് കൊണ്ട് നടത്തിയതായിരുന്നു. ഇത്രയും നാളുകൾക്ക് ശേഷം എൻ്റെ അമ്മയ്ക്കത് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ വീഡിയോ കാണുന്ന പലരിലും ഇങ്ങനത്തെ ഒരു ആഗ്രഹം കൂടി കിട്ടിയിട്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഫാമിലിയെ നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് നോക്കാം. നമ്മുടെ കയ്യിൽ പറ്റുന്ന, നമുക്ക് എത്ര പറ്റുന്നു അത്ര അവർക്ക് ഗിഫ്റ്റോ അല്ലെങ്കിൽ അത്ര സന്തോഷം അവർക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ സ്നേഹത്തിലൂടെ ആണെങ്കിലും അങ്ങനെ, പൈസയിലൂടെ ആണെങ്കിലും അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഞാൻ അപ്പോൾ അത് ചെയ്തപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. കിട്ടിയ അമ്മയ്ക്ക് സന്തോഷം, കൊടുത്ത എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.